വീട്ടിൽ റേഞ്ച് ഇല്ലെന്ന പരാതിയുമായി ഉപഭോക്താവ് കോടതിയിൽ. പിന്നാലെ എയർടെല്ലിന് 33,000 രൂപ പിഴ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എയർടെല്ലിന് വീട്ടിൽ മതിയായ റേഞ്ച് കിട്ടിയില്ലെന്നാരോപിച്ച് നൽകിയ പരാതിയിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ. പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനാണ് ഉപഭോക്താവിന് 33,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത്. വെട്ടിപ്പുറം സ്വദേശി റിക്കി മാമൻ പാപ്പിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ വർഷം 2,999 രൂപ മുടക്കി റിക്കി തന്റെ എയർടെൽ സിം റീചാർജ് ചെയ്തിരുന്നു. പ്രതിദിനം 100 SMS-ഉം അൺലിമിറ്റഡ് കോളും 2 GB ഡേറ്റയുമാണ് ഒരു വർഷത്തേക്കുള്ള പ്ലാൻ വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ. എന്നാൽ റീചാർജ് ചെയ്ത് ഒരാഴ്ചയാകുന്നതിന് മുൻപേ ഉപഭോക്താവിന് റേഞ്ച് സംബന്ധിച്ച പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ റേഞ്ച് ലഭിക്കാതെയായി. ഈ വിവരം പത്തനംതിട്ട എയർടെല്ലിന്റെ സ്റ്റോറിലെ ജീവനക്കാരോട് അറിയിക്കുകയും ചെയ്തു. നേരിട്ടും ഫോണിലൂടെയും പലപ്പോഴായി പരാതി അറിയിച്ചിട്ടും റേഞ്ചിന്റെയോ കണക്ഷന്റെയോ കാര്യത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. അഭിഭാഷകനായി ജോലി ചെയ്യുന്ന തനിക്ക് രാത്രികളിൽ ഉൾപ്പെടെ ജോലിയുടെ ഭാഗമായി നെറ്റ്വർക്ക് ഉപയോഗിച്ച് നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ഒരു വർഷത്തേക്ക് റീചാർജ് ചെയ്തത്. ഈ വിവരവും കമ്പനിയെ അറിയിച്ചുവെന്നാണ് പരാതിയിൽ റിക്കി ആരോപിച്ചത്. വെട്ടിപ്പുറത്തെ എയർടെൽ ടവറിന്റെ വാടക കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നും പുതിയ ടവർ 1 മാസത്തിനകം വരുമെന്നും അപ്പോൾ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നുമായിരുന്നു എതിർകക്ഷി നൽകിയ വാക്ക്. എന്നാൽ കരാറുകാരനുമായുള്ള തർക്കങ്ങൾ മറച്ചുവെച്ചാണ് കമ്പനി ഹർജിക്കാരന് റീചാർജ് പ്ലാൻ ചെയ്തത്. 1 വർഷമായിട്ടും തന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാതായതോടെയാണ് യുവാവ് പരാതി നൽകിയത്. പിന്നാലെയാണ് ഉപഭോക്താവിന് 33,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടത്.